Hello, sir. Welcome and congratulations, sir. Thank you. ഗുഡ് മോർണിംഗ്. സോറി, അല്പം ലേറ്റ് ആണ്. ട്രാഫിക്കിന്റെ കാര്യത്തിൽ കേരളം മുംബൈയോട് മത്സരമല്ലേ? എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഷാൽ വി ബിഗിൻ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേറ്റിനുള്ള എക്കണോമിക് ടൈം അവാർഡ് വെറും 24 വയസ്സിൽ. ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഇതെങ്ങനെ സാധിച്ചു? 99% ഹാർഡ് വർക്ക്, 1% ഭാഗ്യം. വി ഓൾവേസ് തിങ്ക് ബിഗ്, ഓൾവേസ്. 500 കോടി ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ 5000 കോടി ടേൺ ഓവറിലേക്ക്. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് സർ? സി, രഹസ്യമല്ല, വിശ്വാസം. തൊഴിലാളികളിലുള്ള വിശ്വാസം. അവർക്ക് ഞങ്ങളോട് അതുണ്ട്. കമ്പനിയുടെ വളർച്ചയുടെ പ്രധാന കാരണം എംപ്ലോയീസിനെ കുറച്ചതുകൊണ്ടെന്നാണോ ഇത് അർത്ഥമാക്കുന്നത്? സി, ടെക്നോളജി വളരുമ്പോ മാൻ പവർ കുറയും. ആദ്യകാലത്ത് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വരെ ആളുണ്ടായി. ജനത്തിന് പരിചയമായപ്പോ അതിന്റെ ആവശ്യമില്ലെന്നായി. നിങ്ങൾ ഈ പറഞ്ഞ 5000 ജോലിക്കാരെയും ഒരു സുപ്രഭാതത്തിൽ വെറും കൈയോടെ പിരിച്ചുവിട്ടതല്ല. ഇന്നും അവർക്ക് മാസാമാസം പെൻഷനും മെഡിക്കലും ഇൻഷുറൻസും നൽകി വരുന്നുണ്ട്. ഏതൊരാളുടെയും ജീവിത വിജയത്തിന് പിന്നിൽ ആരുടെയെങ്കിലും പ്രേരണയുണ്ടാവും. യുവാവായിരിക്കുമ്പോൾ തന്നെ ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ താങ്കളുടെ വളർച്ചയ്ക്ക് ഇൻസ്പിറേഷൻ ആരായിരുന്നു? ബിൽഗേറ്റ്സ് ആണോ? സുക്കർബർഗ് ആണോ? പിന്നെ ആരാണ് സർ? എന്റെ അച്ഛൻ ശിവരാമകൃഷ്ണൻ. പിന്നെ കുട്ടിക്കാലം മുതലേ എനിക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനുമായിരുന്ന ഒരേ ഒരു ശക്തി എന്റെ അമ്മ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അമ്മ. ഞങ്ങൾ എത്താറായി. ഉച്ചയ്ക്ക് ശേഷം ബ്രേക്കിംഗ് ന്യൂസ് തരാം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വീടുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ്. പുതുതായി ചാർജ് എടുത്ത ഡെപ്യൂട്ടി കമ്മീഷണർ ചന്ദ്രശേഖർ മേനോൻ വേട്ട തുടങ്ങി. എന്താ അതുപോലെ? ഏയ്, നോ 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 നോ, ഇപ്പോഴേ ക്യാമറയും തൂക്കി ആളിനെ പറഞ്ഞയക്കണ്ട. ഈ അഖിലാണ്ടേശ്വരിക്ക് ഇവിടെ തന്നെ 4-5 വീടുകളുണ്ട്. അതിൽ ഞാനിപ്പോ പോകുന്നത് അവരുടെ തറവാട്ടിലേക്ക്. ഇന്ന് മലയാള മാസം 1-ാം തീയതിയല്ലേ? അവരവിടെയേ കാണുമെന്ന് രഹസ്യ വിവരമുണ്ട്. ബോഡികൾ കൊയ്യുന്നവർക്ക് ഭക്തി അല്പം കൂടും. അറിയാലോ കാര്യങ്ങള്. താണ്ട് കാര്യം ചെയ്യും. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് മറ്റ് ചാനലുകാരെയും കൂടെ കൂട്ടി തൃച്ചംബരത്തെ മാളിക വീട്ടിലേക്ക് വാ. ഞങ്ങളിവിടെ തറവാട്ടിലെത്തുമ്പോ അവിടെ മാളിക വീട്ടില് ഞാൻ എന്റെ ബി ടീമിനെ അയച്ചിരിക്കുക. ഇപ്പൊ അവരവിടെ എത്തിക്കാണും.
എന്താ കാര്യം? ഇൻകം ടാക്സ് ഓഫീസർ. സർ, ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മേഡത്തിന്റെ തറവാടാണ്. ഇവിടെ ഇതുവരെ ആരും റെയ്ഡിന് വന്നിട്ടില്ല. വന്നാലെന്താ? അവർ ഈ നാട്ടുരാജ്യത്തിലെ മഹാറാണിയൊന്നും അല്ലല്ലോ തൂക്കിക്കൊല്ലാൻ. നിങ്ങളിൽ ചിലർക്കൊക്കെ ഇങ്ങനെ മുട്ടുവിറയ്ക്കുമെന്ന് അറിഞ്ഞിട്ടാ റെയ്ഡ് എവിടെയാണെന്ന് ഞാൻ നേരത്തെ പറയാതിരുന്നത്. ഈ ചന്ദ്രശേഖർ മേനോന് വ്യക്തമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. വേണമെങ്കിൽ അല്പം അഹങ്കാരം ഉണ്ടെന്ന് കൂട്ടിക്കും. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ അഖിലാണ്ടേശ്വരിയുടെ വീടുകളിൽ ഒരേ സമയം റെയ്ഡ് നടത്തുക നമ്മളിപ്പോ. യു ജസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി. കമോൺ. ആരാത്? ഇൻകം ടാക്സ് ഇതാണ്. റെയ്ഡിനുള്ള ഓർഡറുണ്ട്. എല്ലാവരോടും സഹകരിക്കാൻ പറയണം. നോ പ്രോബ്ലം, എല്ലാവരും സഹകരിക്കും. ഞാനാണ് തൃച്ചംബരത്തെ ഗൃഹനാഥൻ. അഖിലാണ്ടേശ്വരി ഈസ് മൈ വൈഫ്. മൈസെൽഫ് ശിവരാമകൃഷ്ണൻ. പ്ലീസ്. എടി വിലാസിനി, നീ എന്ത് ഭ്രാന്തടി കാണിക്കുന്നത്? ഒന്ന് പോ മനുഷ്യ. നിങ്ങള് ഭ്രാന്തെന്നൊക്കെ പറയും. ഒരു വീട്ടിൽ ഇൻകം ടാക്സ് കയറുകയെന്ന് വെച്ചാ ആന കരിമ്പിൻകാട്ടി കേറിയ പോലെയാ. മുതല് മുഴുവൻ അവരിവിടുന്ന് കൊണ്ടുപോകുന്ന ലക്ഷണം. നോക്കടി. അയ്യോ അമ്മേ, കമ്മലൂടെ ഒരു അമ്മനെ കാണാൻ ഒരു ദരിദ്രവാസി ലുക്കാ. വെറുതെ വല്യമ്മയുടെ വായിന്ന് വഴക്ക് കേൾക്കണോ? അല്ലേലും എത്ര ആഭരണം ഇട്ടാലും ലുക്ക് ഒന്നും മാറാൻ പോകുന്നില്ല. ദരിദ്രവാസി എപ്പോഴും ദരിദ്രവാസി. ഓ ആയിക്കോട്ടെ, ഞാൻ കുറച്ച് പണം കുറഞ്ഞ വീട്ടിൽ നിന്ന് വന്നത് തന്നെയാ. നിങ്ങൾക്കൊക്കെ അഖിലാണ്ടേശ്വരി വലിയ തറവാടിയായിരിക്കും. പക്ഷേ അവരുടെ ഭർത്താവിന്റെ സ്വന്തം അനിയൻ തന്നെയല്ലേ ഈ നിൽക്കുന്ന എന്റെ ഭർത്താവും. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിക്കണ്ട. എന്റെ ഗുരുവായൂരപ്പാ, ഈ നെക്ലസ് ഇട്ട് എന്റെ കൊതി പോലും തീർന്നിട്ടില്ല. ഇതൊക്കെ ആ കാലന്മാര് കൊണ്ടുപോയാ ഞാൻ എങ്ങനെ പുറത്തോട്ട് ഇറങ്ങും? അയ്യോ, എന്റെ ഈ മാല ഊരിയില്ല. എടി, അത് താലിയടി. അത് നീ ഒളിപ്പിക്കൂ. അതെ, കുറച്ചു നേരം താലിയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇതവിടെ കിടന്നോട്ടെ. അതെ, പെട്ടെന്ന് വാ, നമുക്ക് തറവാട്ടിലേക്ക് പോവാം. ഇവിടെ നിന്നാലേ അവർക്ക് സംശയം തോന്നും. ഇവളുടെ അപ്പൂപ്പനെ പണ്ട് വീടിന്റെ കട്ടളമോഷണമായിരുന്നു പരിപാടി. ആണോ? ഇവളുടെ അതേ മുഖം. ആ മുഖം കണ്ടാ മതി, അപ്പൊ ടാക്സി പിടിച്ചു. വെറുതെ എന്റെ വായിരിക്കുന്ന കേക്കല്ലേ. എന്താ അത്? ആ താക്കോലിങ് എടുക്ക. കൊടുക്കാൻ ഇനി എടുക്കാൻ താക്കോല് കൊടുക്കാൻ. മാറി. ഹലോ, ആ പറയാം മാം.
ഇന്നത്തെ അതിഥികൾ സർക്കാരിൽ നിന്നാണല്ലോ. കമല, ചീഫ് ഗസ്റ്റിന് ചായ കൊടുക്കണം. യെസ് മാം. രണ്ടിടത്തെയും പരിശോധന കഴിഞ്ഞില്ലേ മിസ്റ്റർ ഇൻകം ടാക്സ് ഓഫീസർ? എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കുഴപ്പങ്ങൾ വല്ലതും കണ്ടുപിടിച്ചോ? ഇതുവരെ ഇല്ല. ഇതുവരെ അല്ല, ഇനിയും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. യു നോ വൈ? ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ പരിശോധിക്കുന്നത് അഖിലാണ്ടേശ്വരിയുടെ കണക്കുകളാ. അത് പിഴച്ചിട്ടില്ല ഇതുവരെ. പിഴയ്ക്കാൻ സമ്മതിക്കില്ല ഞാൻ. കാരണം നിങ്ങളെ ഇപ്പോ ഇവിടേക്ക് പറഞ്ഞു വിട്ട എന്റെ ചില ശത്രുക്കളുണ്ടല്ലോ, അവരെ പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോ കള്ളു വിറ്റോ ഒരു രാത്രി കൊണ്ട് പണക്കാരിയായതല്ല തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. വളഞ്ഞ വഴിയിലൂടെ ഒന്നും സമ്പാദിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ നികുതി പണം കൃത്യമായി ഒടുക്കിയിട്ടുമുണ്ട്. ഈ തറവാട്ടിലെ ബന്ധുക്കളുടെയും ഇവിടുത്തെ ജോലിക്കാരുടെയും, എന്തിന് ഇവിടുത്തെ വളർത്തുനായ്ക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങുന്ന കണക്ക് വരെ കൃത്യമായിരിക്കും. എന്താ ചലഞ്ച് ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ നിങ്ങൾക്ക്? ആക്ച്വലി മാഡം, ഇറ്റ്സ് അവർ ഡ്യൂട്ടി. യെസ്, യു ഡിഡ് യുവർ ഡ്യൂട്ടി, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ആ കൃത്യനിർവഹണം അല്പം എടുത്തുചാട്ടമായി പോയെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മാഡം, നല്ല ചൂടുണ്ടല്ലേ ചായക്ക്? എന്നാ പിന്നെ ഒരു ചൂടുള്ള വാർത്തയും കൂടിയായാലോ? കമല, യെസ് മാം. ആ TV ഒന്ന് ഓൺ ചെയ്യും. തമിഴ്നാട്ടിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കേരള തീരത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇൻകം ടാക്സ് കമ്മീഷണർ ചന്ദ്രശേഖര മേനോന്റെയും അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിനാരായണന്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. അവിടെ നിന്നും കണക്കിൽപ്പെടാത്ത സ്വത്ത് കണ്ടെത്തിയതായാണ് സൂചന. ഓഫീസർമാരായ നിസാം, ആശാലത എന്നിവരുടെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട്. പരിശോധന പൂർത്തിയാകുമ്പോൾ മാത്രമേ ഇവർക്കെതിരെയുള്ള നടപടികൾ വ്യക്തമാകൂ എന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറാഖിലെ മൊസൂളിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ വൈദികനെ ഉടൻ വിട്ടയക്കുമെന്ന് സൂചന. കമല, TV ഒന്ന് ഓഫ് ചെയ്യും. ചാനലുകൾക്ക് നടപടി എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മെയിലിൽ അത് വന്നിട്ടുണ്ടാവും. കമല, go and get it. ഓക്കെ മാം. കോപ്പികളുണ്ടല്ലോ, ഉണ്ട് മാം. അവരുടെ കയ്യിൽ തന്നെ കൊടുത്തേക്ക്. അന്വേഷണ വിധേയമായി സസ്പെൻഷൻ. എന്താ അങ്ങനെയല്ലേ? മഴ കാണുമ്പോ മറ്റു പക്ഷികളെല്ലാം കൂട്ടിലേക്ക് ചേക്കേറും. അപ്പോ പക്ഷെ പരുന്തു പറക്കുന്നത് മഴമേഘങ്ങൾക്കും മുകളിലൂടെയാ. മഴയ്ക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും. എന്നാ പിന്നെ ഇനി ഇറങ്ങുമല്ലേ? പ്ലീസ്.
ചെക്ക് ബുക്ക്. അനാഥാലയത്തിലെ ഒരു വർഷത്തെ ചെലവിനുള്ള ക്യാഷിന് ഫാദർ മാത്യു തോമസ് വിളിച്ചിരുന്നു. ഓ അതിനെ ഈ ചെക്ക്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെയും ശിവരാമകൃഷ്ണന്റെയും 25ാം വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോ ആരും പട്ടിണി അറിയരുത്. സിറ്റിയിലെ എല്ലാ അനാഥാലയങ്ങളുടെയും വൃദ്ധസദനങ്ങളുടെയും ലിസ്റ്റ് എടുക്കണം ഇന്ന് തന്നെ. മാം നേരത്തെ പറഞ്ഞിരുന്നോണ്ട് ലിസ്റ്റ് റെഡിയാണ്. ഓഡിറ്റർ കൂടി ഒന്ന് വെരിഫൈ ചെയ്തിട്ട്. ദാറ്റ്സ് ഗുഡ്. പേന. ഇത് മതി. ആ. സംശയിക്കണ്ട, ഇറ്റ്സ് എ സെയിം ഗിഫ്റ്റ്. 25 വർഷങ്ങൾക്ക് മുമ്പ് നീ എനിക്ക് സമ്മാനിച്ച വിലമതിക്കാനാവാത്ത സമ്മാനം. ഇന്നും ഞാനത് സൂക്ഷിക്കുന്നു, മാറ്റുകുറയാത്ത പ്രണയത്തിന്റെ ഓർമ്മയ്ക്ക്. കൃഷ്ണേട്ടാ, കമല, മാം പ്രണയത്തിന്റെ ഓർമ്മയ്ക്ക് 25 വർഷം ഇത് സൂക്ഷിച്ചില്ലേ? ഉം. ഇന്നത്തെ അഖിലാണ്ടേശ്വരിയുടെ സ്റ്റാറ്റസിന് ഇത് പോരാ. ശിവരാമകൃഷ്ണൻ സാറ് ഇനി ഇത് വെച്ച് എഴുതണ്ട. ഇത് നമ്മുടെ 25ാം വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങേക്കുള്ള എന്റെ ഗിഫ്റ്റ്. 25 ലക്ഷം രൂപയാണ് ഈ പേനയുടെ വില. ഇറ്റ്സ് 24 കാരറ്റ് ഗോൾഡ് വിത്ത് പ്യൂർ ഡയമണ്ട് നിബ്. താങ്ക്സ്. വെൽക്കം. ഏതായാലും ഒരു പേനയ്ക്ക് ഇത്രയും വലിയ സ്റ്റാറ്റസ് നോക്കുന്ന നീ ഇപ്പോൾ വരാൻ പോകുന്ന മരുമകളെ കുറിച്ച് എന്തായിരിക്കാൻ സങ്കല്പിച്ചിട്ടുണ്ടാവുക? തൃച്ചംബരത്ത് ഒരു മരുമകൾ വന്നു കയറേണ്ട സമയമായി. ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. തൃച്ചംബരത്ത് കയറി വരേണ്ട ജൂനിയർ അഖിലാണ്ടേശ്വരി എവിടെയോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ. കൃഷ്ണേട്ടൻ കാത്തിരുന്നു. ഷീസ് ഓൺ ഹെർ വേ. അവൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് വന്നു കയറിയാൽ മാത്രം മതി. ഐ എം വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. ആനന്ദിന്റെ പെണ്ണ് അവൾ ഉടൻ ഈ വീട്ടിലേക്ക് വന്നു കയറും. ഉടൻ.